LDF സർക്കാർ നടപ്പിലാക്കിയ കെ ഫോൺ പദ്ധതി കൊല്ലം ജില്ലയിൽ മന്ദഗതിയിലാണെന്ന രേഖകൾ ന്യൂസ് മലയാളത്തിന്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും 11,000-അടുത്ത് കണക്ഷനുകളാണ് നൽകാൻ കഴിഞ്ഞതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. കണക്ഷന് അർഹരായ BPL ലിസ്റ്റിലുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്താണ്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. 2019 LDF സർക്കാർ 1041.5 കോടി ചെലവിൽ കെ ഫോൺ പദ്ധതി നടപ്പിലാക്കിയത്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും കൊല്ലം ജില്ലയിൽ നൽകാനായത് 11,163 കണക്ഷൻ. കൂടാതെ ജില്ലയിലെ ഗാർഹിക കണക്ഷനുകളായി കേവലം 7,455 ഗുണഭോക്താക്കളെ മാത്രമാണ് കണ്ടെത്താനായത്. BPL വിഭാഗത്തിൽ ജില്ലയിലാകെ 47,277 AY കാർഡുകളും 3,55,184 PH മുൻഗണനാ കാർഡുകളുമാണ് ഉള്ളത്. എന്നാൽ ഇതിൽ 1,475 കുടുംബങ്ങൾക്ക് മാത്രമാണ് കെ ഫോൺ കണക്ഷൻ നൽകിയത്. BPL കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുമെന്നാണ് LDF സർക്കാർ പറഞ്ഞിരുന്നത്. ജില്ലയിൽ വ്യാവസായിക കണക്ഷനുകളായി നൽകിയത് 16 മാത്രമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. കൂടാതെ വ്യാവസായിക വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്ന നിരക്ക് ഈടാക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്. നെറ്റ്വർക്ക് തകരാറുകളും ഫീസിബിലിറ്റി പരിശോധനകളിലെ സങ്കീർണതകളും കാരണം അപേക്ഷ നൽകിയ പലർക്കും ഇപ്പോഴും കണക്ഷന് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിൽ പലരും BSNLനെയും മറ്റ് ഇന്റർനെറ്റ് സേവനദാതാക്കളെയും ആശ്രയിക്കുകയാണ്. ന്യൂസ് മലയാളം, കൊല്ലം.